എന്തു പറ്റും അതിന് ഒരു വിഷമം? ഓ എൻ്റെ മോളെ, രാവിലെ തന്നെ മനുഷ്യൻ ആ വില്ലേജ് ഓഫീസിൽ പോയി നാണം കിട്ടും. അവിടെ ചെന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ആധാരം എവിടെ, മുന്നാധാരം എവിടെ, തീറാധാരം എവിടെ, ഒടുക്കത്തെ ആധാരം എവിടെ? ഇതൊക്കെ എന്താ സാധനം? പലർക്കും ഉണ്ടാവും അല്ലേ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ. ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം, സർവേ നമ്പർ, റീസർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ തുടങ്ങിയ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല വിവരങ്ങളും അടങ്ങിയ ആധികാരിക രേഖയാണ് ആധാരം അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്നത്. പ്രയർ ഡീഡ് അല്ലെങ്കിൽ മുന്നാധാരം. മുന്നാധാരം എന്ന് പറയുന്നത് മുൻപുള്ള ഉടമസ്ഥന്റെ അവകാശത്തെ കാണിക്കുന്ന രേഖയാണ്. ആധാരം, മുന്നാധാരം എന്നിവയിലൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോന്നാണ്. ഉടമസ്ഥന്റെ പേര് വിവരങ്ങൾ, റീസർവേ നമ്പർ, സർവേ നമ്പർ, സിഗ്നേച്ചർ തുടങ്ങിയവയൊക്കെ ആധാരത്തിൽ ഉള്ളത് തന്നെയാണോ എന്ന് എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ കോപ്പീസ് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. ഇനി പ്രളയ സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകൃതി ദുരന്ത സമയങ്ങളിലാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അന്നേരം ഗവൺമെന്റ് പ്രത്യേകം സ്കീമൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അത് ഈ ദുരന്ത ബാധിത പ്രദേശത്തുള്ളവർക്ക് മാത്രമായിട്ടാണ്. അല്ലാത്ത കാരണങ്ങളാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സർട്ടിഫൈഡ് കോപ്പി മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു കോപ്പി സബ് രജിസ്ട്രാർ ഓഫീസിൽ സൂക്ഷിക്കും. ഈ കോപ്പിയാണ് പിന്നീട് നമ്മൾ എടുക്കേണ്ടത്. ഈ സർട്ടിഫൈഡ് കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് അക്ഷയ ത്രൂ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്വന്തമായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആധാരത്തിന്റെ നമ്പർ, ആധാരം രജിസ്റ്റർ ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ആധാരം എഴുതിയതാരാണ്, വാങ്ങിയതാരാണ്, ആരിൽ നിന്നാണ് വാങ്ങിയതെന്നുമൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്.